നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 316-ാമത്തെ എപ്പിസോഡാണിത്. എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മുൻ അംബാസിഡർ ശ്രീ RL നാരായണനെ കുറിച്ചിട്ടാണ്. 1996-1997 കാലഘട്ടത്തിൽ ദോഹ, ഖത്തറിൽ ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക വിഭാഗത്തിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഇദ്ദേഹമായിരുന്നു 1997 അംബാസഡറായി സേവനമനുഷ്ഠിച്ചിരുന്നത് ഇന്ത്യൻ എംബസിയിൽ. ശ്രീ KP ഫാബിയാൻ അവിടുന്ന് പോയ ശേഷം വന്നത് ഇദ്ദേഹമാണ്. രത്നത്തിനേക്കാൾ സൗന്ദര്യം കൂടുമ്പോൾ മരതകത്തിന് എന്ന് പറയും പോലെ ഇദ്ദേഹവും ഒന്നിനൊന്ന് മികച്ച സേവനമാണ് ഇന്ത്യക്കാർക്ക് മൊത്തം, കേരളീയർക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്ക് മൊത്തം അദ്ദേഹം കാഴ്ചവെച്ചത്. ജനങ്ങളുടെ അംബാസിഡർ എന്നാണ് ഇദ്ദേഹത്തെ ആ കാലഘട്ടത്തിലും പിന്നീടും അവിടുത്തെ ഇന്ത്യക്കാർ വിളിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, എത്രമാത്രം അർപ്പണബോധത്തോടെയും ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും ഓരോ മനുഷ്യനെയും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അവർക്ക് വേണ്ടത് തന്നാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കാനും ഒക്കെ കഴിഞ്ഞൊരു വലിയ മനസ്സുള്ളൊരു വ്യക്തിത്വം. ഖത്തറിൻ്റെ ചരിത്രത്തിൽ അവിടുത്തെ മലയാളികളുടെ സംഘടനയായ യുണൈറ്റഡ് ഫ്രണ്ട്സിൽ ആ കാലഘട്ടത്തിൽ ഒരു അത്തപ്പൂക്കളം ഇടുകയുണ്ടായി. ഞാനും എൻ്റെ കുടുംബം അവിടെ വിസിറ്റിന് വന്ന അവസരത്തിൽ അന്ന് ഞാനും എൻ്റെ 10 വയസ്സോളം പ്രായമുള്ള മകനും മാത്രം ചേർന്ന് അൽ ഗസൽ ക്ലബിൽ ഒരു അത്തപ്പൂക്കളം ഇട്ടു. 3.5 മീറ്റർ വീതിയും 3.5 മീറ്റർ നീളവുമുള്ളൊരു ബൃഹത്തായിട്ടുള്ളൊരു പൂക്കളം. 12 മണിക്കൂറെടുത്ത് ചെയ്ത ആ പൂക്കളത്തെ വളരെ സവിശേഷതയോടുകൂടിയാണ് ഇദ്ദേഹം അതേപ്പറ്റി പറഞ്ഞത്. ആ നല്ല ഓർമ്മകൾ, ആ